യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ്, ഏറ്റവും വലിയ ഫോർട്ട് എന്നറിയപ്പെടുന്നത് റെയ്ഗഡ് ഫോർട്ട്. അത് ഇന്ത്യയിലാണ്, മഹാരാഷ്ട്രയിലാണ്. 1200 ഏക്കറാണ് ഇതിൻ്റെ ഈ സ്ഥലം എന്ന് പറയുന്നത്. ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഈ കുന്നിൻ്റെ ഉയരം 2700 അടിയാണ്. ഈ കുന്നിൻ്റെ ഉയരം. ഇതിൻ്റെ മുകളിൽ 1200 ഏക്കറിലായിട്ട് പടർന്നെടുക്കുന്ന റെയ്ഗഡ് ഫോർട്ട്. ഈ ഫോർട്ടിന് ചുറ്റും വലിയ മതിലുകളുണ്ട്. ഈ മതിലിന് ഒരു സൈഡുള്ള മതിലിൻ്റെ പേരാണ് ഹീർക്കണി ബുർജ് എന്ന് പറയും. ഹീർക്കണി ബുർജ്. ഹീർക്കണി എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട പാൽക്കാരി പെണ്ണാണ്. എങ്ങനെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫോർട്ടിന്, അതിലുള്ളൊരു മതിലിന് ഒരു പാവം പിടിച്ച പാൽക്കാരി പെണ്ണിൻ്റെ പേര് കിട്ടിയത്? ആ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹീർക്കണി എന്ന് പറയുന്നത്, ഹീർക്കണിക്കൊരു കുട്ടിയുണ്ട്, മുലയോടി മാറാത്ത കുട്ടിയാണ്. അപ്പോൾ ഇവള് ഈ ഫോർട്ടിൻ്റെ താഴെയുള്ള ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവിടെ വേറെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഇവരിവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ, മറ്റ് സാധനങ്ങൾ, പാല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഫോർട്ടിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വിറ്റ് അങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഫോർട്ടിൻ്റെ പ്രത്യേകത, ഈ ഫോർട്ടിന് മുമ്പിൽ ഒരു വലിയൊരു കവാടമുണ്ട്, ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് രാവിലെ 6 മണിക്ക് തുറക്കും, വൈകുന്നേരം 6 മണിക്ക് അടക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തും പുറത്തും ഈ വൈകുന്നേരം 6 മണി കഴിഞ്ഞ് അകത്തോട്ട് പുറത്തോട്ട് ആർക്കും കയറാൻ പാടില്ല. ഇത് രാജകൽപ്പനയാണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് ഈ വില്ലേജിലുള്ള ആൾക്കാർ ഇവരുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഈ ഗേറ്റിന് മുന്നിൽ വരിവരിയായിട്ട് നിൽക്കും. അപ്പോൾ പട്ടാൾക്കാർ, ഈ ഗാർഡ്സ് അവരെ കയറ്റിവിടും. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തിരിച്ച് വീട്ടിലോട്ട് വരും. ഇതാണ് ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹീർക്കണിയുടെ കുട്ടിക്ക് ഒരു ദിവസം ഭയങ്കര പനി. അതുകൊണ്ട് ഇവള് താമസിച്ചു. ഗേറ്റ് തുറന്നപ്പോൾ ഇവൾക്ക് വരാൻ പറ്റില്ല. ഇവള് വൈകിയാണ് ഇവളുടെ പാലും കൊണ്ട് ഇവൾ ഈ കൊട്ടാരത്തിലേക്ക്, ഈ ഫോർട്ടിലേക്ക് വരുന്നത്. അവിടെ ഒന്ന് സ്ഥിരം പാല് കൊടുക്കുന്ന വീടുകളിലൊക്കെ കയറി വന്നപ്പോഴേക്കും സമയം പോയി. ഇവള് വന്നപ്പോഴേക്കും ഗേറ്റ് അടിച്ചു. രാത്രി 6 മണി ഗേറ്റ് അടിച്ചു. ഇവൾ ഗാർഡ്സിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പ്ലീഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടി തനിച്ചാണ്, ആരുമില്ല, പനിയാണ്, കുട്ടി മരിച്ചു പോകും, എനിക്കിന്ന് രാത്രി പോകണം, ഫീഡ് ചെയ്യണം. പക്ഷെ ഗാർഡ്സ് പറഞ്ഞു ഇത് രാജകൽപ്പനയാണോ, ഒരു രക്ഷയില്ല, ഒരു വഴിയില്ല. അപ്പോഴാണ് അവൾ പലയിടത്ത് അന്വേഷിക്കുമ്പോൾ ഒരു സൈഡിൽ മതിലില്ല, വോളില്ല. പക്ഷെ അവിടെ മതിൽ പണിയാത്ത എന്താണെന്നറിയാമോ? അവിടെ സ്റ്റീപ്പായിട്ടുള്ള റോക്കാണ്, കുത്തനെയുള്ള റോക്കാണ്. എന്ന് വെച്ചാൽ അതിലൂടെ ആർക്കും തന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല, സഞ്ചരിക്കാൻ പറ്റില്ല. അപകടമാണ്, ജീവൻ പോവും. ഇപ്പം ഇവളുടെ മനസ്സിൽ ഇത് ഈ അപകടമൊന്നുമില്ല. ഇവളുടെ ഉള്ളിൽ എന്താണ്? എൻ്റെ കുഞ്ഞിന് പാൽ കൊടുക്കണം, എൻ്റെ കുഞ്ഞിന് രാത്രി ആരുമില്ല. ഇവള് ധൈര്യത്തോടു കൂടി, ഇവളാരും അറിയാതെ ഇരുട്ടിൽ, നിറയെ ഇരുട്ടാണ്, ഈ ഇരുട്ടിൽ ഇവൾ ഈ പാറയിൽ നിന്ന് പിടച്ചിറങ്ങാണ്. ഇവിടെ കൈയും കാലും നെറ്റിയൊക്കെ മുറിയുണ്ട്. ഇവൾ അതൊന്നും നോക്കുന്നില്ല. ഇവളെന്താ? ഇവളുടെ കുഞ്ഞിനെ കാണണം. പിറ്റേ ദിവസം രാവിലെ നാട്ടുകാർ മുഴുവൻ അറിയാണ് ഇവളിങ്ങനെ ഒരു പണി ഒപ്പിച്ച കാര്യം. അങ്ങനെ രാജാവ് പറയുന്നു, ഛത്രപതി ശിവജിയുടെ മുന്നിൽ ഇവളെ കൊണ്ടു നിർത്തുന്നു. ഇവളുടെ കാര്യം ചോദിക്കുന്നു. ഇവൾ കരഞ്ഞുകൊണ്ട് ഇവളുടെ സിറ്റുവേഷൻ പറയാൻ. ഇവളുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് എന്താ ചെയ്യുന്നറിയാമോ? ഇവളെ കുറ്റപ്പെടുത്തിയില്ല. പകരം രാജാവ് ഇവൾ ഇറങ്ങിപ്പോയ ആ വശത്തൊരു വലിയ മതിൽ കെട്ടിയിട്ട് ഹീർക്കണി ബുർജ് എന്ന് ഇവളുടെ പേര് ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ ഫോർട്ടിൻ്റെ മതിലിന് കൊടുക്കുകയാണ്. എന്തിനാണ്? പവർഫുൾ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയ്ക്ക് രാജാവ് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഹീർക്കണി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്മോൾ ഡയമണ്ട്. ഡയമണ്ട് നമുക്കറിയാം ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള സാധനം എന്നറിയാം. അപ്പോൾ സ്ട്രോങ് ഡയമണ്ട് ആയിട്ടുള്ളൊരു അമ്മയാണ് ഹീർക്കണി കാണുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ മക്കളെ നമ്മൾ കാണുന്നത് ഒരു സ്ട്രോങ് അമ്മയാണ്. ഈ അമ്മയുടെ മകളുണ്ടല്ലോ, പൊസസ്ഡ് ആണ്, ക്രൂരമായിട്ട് പിശാച് ഇവൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾ ഈശോയുടെ അടുത്ത് വരാണ്. ഇവൾ എവിടെ വരണം? ഇവൾ കാനാങ്കാരി പെണ്ണാണ്. ഇവൾ ടയർ സീതോൻ സ്ഥലത്ത് ഇവൾ വരുന്നത്. വേറൊരു നാട്ടിൽ വരികയാണ്. വേറൊരു നാട്ടിൽ വന്നിട്ട് വേറൊരു നാട്ടുകാരനായി ഈശോനെ കാണുകയാണ്. ഈശോനെ അവൾക്ക് പരിചയമൊന്നുമില്ല, ഒരു സ്ട്രേഞ്ചറാണ്. അപ്പോൾ വേറൊരു മതത്തിൽപ്പെട്ട ഒരാൾ, വേറൊരു നാട്ടിൽപ്പെട്ട ഒരാൾ, ഈ ബോർഡേഴ്സൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇവള് ഈശോയുടെ അടുത്ത് വന്നിട്ട് കരയാണ്, നിലവിളിക്കുകയാണ് ലിറ്ററലി. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട് അവൾക്ക് അന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈശോ മൈൻഡ് ചെയ്യുന്നില്ല, ഈശോളെ നോക്കുന്ന പോലുമില്ല. ശിഷ്യന്മാർ പറയുന്നുണ്ട് അവളെ പറഞ്ഞേക്ക്, അവൾക്ക് കൊടുത്തു വിടുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈശോ നോക്കുന്നില്ല. ഇവള് നേരിട്ട് വന്ന് ഈശോയോട് പറയാണ് എന്നെ സഹായിക്കണം. അപ്പോൾ ഈശോ പറഞ്ഞു, മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് കൊടുക്കുന്ന ഉചിതമല്ല. ഇൻസൾട്ട് ചെയ്യാണ്. പക്ഷെ അവൾ പോയില്ല. അവളുടെ ഉള്ളിൽ എന്താ? അവളുടെ കുഞ്ഞാണ് പ്രധാനപ്പെട്ടത്. ഈ ഇൻസൾട്ട് നമ്മൾ വക വെക്കുന്നില്ല. അപ്പോൾ അവൾ മറുപടി കൊടുക്കുന്നത് അറിയാമോ? മേശയിൽ നിന്ന് താഴെ വീണ അപ്പം, അത് നായ്ക്കളും കഴിക്കുന്നില്ല, എനിക്ക് അപ്പം മതി, എനിക്ക് അപ്പം കഷ്ണം മതി എന്ന് പറയുന്ന കരയാണ്. അപ്പോൾ ഈശോ
അവളുടെ വിശ്വാസത്തിൽ അത്ഭുതപ്പെടുകയാണ്. ഗ്രേറ്റ് ഈസ് എ ഫെയ്ത്ത് എന്ന് പറയാം. അവളുടെ വിശ്വാസത്തിൽ മാത്രം അത്ഭുതപ്പെടുന്നത്, അവളുടെ കുഞ്ഞിന് വേണ്ടി അവളുടെ എടുക്കുന്ന പെയിൻ, അവളുടെ സ്ട്രെങ്ത്, അവളുടെ ഫൈറ്റ്, അതാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്നത്. മക്കളെ, ഇന്ന് നമ്മളുടെ അമ്മമാരെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ അമ്മമാരുണ്ടല്ലോ, ഒരു കുഞ്ഞു ഡയമണ്ട്സാണ്. ദേ ആർ സ്ട്രോങ്. ഈ ലോകത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആരെന്നറിയാം? നമ്മുടെ അമ്മമാരാ. വെൻ ഇറ്റ് കംസ് ടു അവർ മാറ്റർ, നമ്മൾ അപകടത്തിലാണോ, നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, മക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അവർ ഫൈറ്റ് ചെയ്യും. നമ്മുടെ അമ്മമാരെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. ആൻഡ് ദേ ആർ സ്മോൾ ഡയമണ്ട്സ്. നമ്മുടെ അമ്മമാർക്ക് കൊണ്ട് നിൽക്കണം. ഒരു സിമ്പിൾ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ അമ്മയെ നിങ്ങൾ ഹഗ് ചെയ്യുക. ഗിവ് എ ഹഗ് ടു യുവർ മദർ. ഹാപ്പി സൺഡേ.